വനനിയമ ഭേദഗതിയിലൊരു പിന്മാറ്റം ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നു. എന്താണ് രീതിയിലല്ല, അതുമായിട്ട് മുമ്പോട്ട് പോകുന്നില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയതുപോലെ 961 വന സംരക്ഷണ നിയമത്തിൽ 2013 ഭേദഗതിയോടുകൂടിയ ഒരു നിർദ്ദേശം പരിഗണനയ്ക്ക് വരുന്നത്. അന്ന് നടത്തിയ ഭേദഗതി നിർദ്ദേശങ്ങളിൽ 2019 വീണ്ടും അത് പുനഃപ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആ നടപടിക്രമങ്ങളും മുമ്പോട്ട് പോയില്ല. പക്ഷേ വനനിയമത്തിൽ ഭേദഗതി ഉണ്ടാകണമെന്നത് പല കോണുകളിൽ നിന്നുണ്ടായ ആവശ്യമാണ്. കാരണം 61 നിയമമാണ്. അപ്പോൾ കാലോചിതമായ പരിഷ്കാരം എല്ലാ നിയമത്തിലും ഉണ്ടാകുന്നത് പോലെ വനനിയമത്തിലും ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഭേദഗതികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു ഭേദഗതി ആണ് കരട് ബില്ലായി ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചത്. ഇത് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച ഉടനെ തന്നെ പല കോണുകളിൽ നിന്നും വലിയ തോതിലുള്ള വിമർശനമുണ്ടായി. ആ വിമർശനമുണ്ടായ പശ്ചാത്തലത്തിൽ പൊതുസമൂഹത്തിനുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാൻ വേണ്ടിയുള്ള തീരുമാനം ഞങ്ങൾ എടുക്കുകയും ആ തീരുമാനം ജനങ്ങളെ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ വന്നൊരു പ്രശ്നം, അത് ഇംഗ്ലീഷിലാണ്, മലയാളത്തിലുള്ളത് പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്ന് ഒരു പരാതി ഉയർന്നു വന്നു. മലയാളത്തിലും പ്രസിദ്ധീകരിച്ചു. അപ്പോഴേക്കും കുറേയേറെ പരാതികൾ അത് സംബന്ധിച്ച് ലഭിക്കുകയുണ്ടായി. ആ ഘട്ടങ്ങളിലെല്ലാം ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്, ഇതിൽ ന്യായമായ ഏത് ഭേദഗതിക്കും ഏത് മാറ്റത്തിനും ഗവൺമെൻറ് തയ്യാറാണ്. കാരണം ഇതിൻ്റെ ഉദ്ദേശം ജനങ്ങളെ ദ്രോഹിക്കലല്ല, കർഷകരെ ദ്രോഹിക്കലല്ല. കർഷകദ്രോഹകരമായ ഏത് വ്യവസ്ഥയും അതിനകത്തുണ്ടെങ്കിലും അതൊക്കെ മാറ്റാൻ സർക്കാർ ഒരുക്കമാണ് എന്ന നിലപാടാണ് വനം മന്ത്രിയും വനം വകുപ്പും സ്വീകരിച്ചത്. തീർച്ചയായും അത് മുഖ്യമന്ത്രിയുടെ കൂടി അറിവോടും സമൂഹത്തോടും കൂടി തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ പിന്നെ എന്ത് സംഭവിച്ചു? മലയോരങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ പാർട്ടികളല്ലാത്തവരും പ്രക്ഷോഭത്തിൽ വന്നു. അതിൽ പലർക്കും സതുദ്ദേശമല്ല. മലയോര മേഖലയിലെ ജനങ്ങളെ ഗവൺമെൻറ്റിനെതിരായി തിരിക്കാനുള്ള ഗൂഢാലോചന അതിനകത്ത് നടക്കുന്നതായി പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെയാണ് നിലമ്പൂരിലൊരു പ്രക്ഷോഭം ആരംഭിച്ചത്. പിന്നീടത് കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് ഒരു സമരവുമായി മുന്നോട്ട് വന്നു. ഇപ്പോൾ UDFും സമരവുമായി മുന്നോട്ട് വരുന്നു. അപ്പം അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ജനങ്ങളോട് യുദ്ധപ്രഖ്യാപനം നടത്തി ഏതെങ്കിലും ഒരു നിയമം പാസ്സാക്കുക എന്നത് ഞങ്ങളുടെ നിലപാടല്ല, നയമല്ല. അപ്പോൾ ഇതിലെ അനിവാര്യതകൾ ഇപ്പോൾ അത് ഒരു തർക്കത്തിൽ നിൽക്കുന്ന ഒരു കാലത്ത്, പ്രത്യേകിച്ച് മലയോര ജനങ്ങളെ മനസ്സിൽ തീക്കൂരിയിട്ട് അവരെ സർക്കാർ വിരുദ്ധരാക്കി മാറ്റുന്നതിനുള്ള രാഷ്ട്രീയതര സംഘടനകളുടെ ഗൂഢശ്രമത്തിന് ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് ഉചിതമല്ല എന്നാണ് ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. ഈ കാര്യം പലവട്ടം ഒന്നിലധികം തവണ കഴിഞ്ഞ ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി ഞാൻ ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അതൊരു അത്യാവശ്യമായ നിയമനിർമ്മാണമല്ല എന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നത്. അത്യാവശ്യമല്ല എന്ന് മാത്രമല്ല, ജനങ്ങളുടെ ഈ സർക്കാർ വിരുദ്ധ ശക്തികൾ നടത്തിയ പ്രചരണമാണ് ബലപ്പെട്ട് നിൽക്കുന്നത്. അവരുടെ മനസ്സിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവർക്ക് കൂടി ആവശ്യമായ വിധത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ മാത്രമേ സർക്കാർ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിൽ പിന്നോട്ട് പോയി എന്നൊരു നിലപാടില്ല. ഞാൻ നേരത്തെയും വ്യക്തമാക്കിയിട്ടുണ്ട്, ഈ നിയമത്തിൽ ഭേദഗതി വരുത്താൻ പല സന്ദർഭങ്ങളുമുണ്ട്. ആ എല്ലാ അവസരവും ഉപയോഗപ്പെടുത്തി കുറ്റമറ്റ രീതിയിൽ മാത്രമേ കർഷക ദ്രോഹ നിലപാടുകൾ വല്ലതുണ്ടെങ്കിൽ അത് മാറ്റി മാത്രമേ നിയമസഭയിൽ അവതരിപ്പിച്ച് ചർച്ച ചെയ്യുകയുള്ളൂ എന്ന് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ആ രൂപത്തിൽ തന്നെയാണ് ഗവൺമെൻറ് നിലപാട് സ്വീകരിച്ചത്. നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാകും, ഈ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം വന്ന പ്രശ്നം ബഫർ സോണായിരുന്നു. അതുപയോഗിച്ച് മലയോര കർഷകരെ സർക്കാരിനെതിരെ തിരിച്ചുവിടാനുള്ള ശ്രമം നടത്തുകയുണ്ടായി. അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, ഈ ബഫർ സോൺ എന്ന സുപ്രീം കോടതി വിധിയുടെ പേരിൽ ഒരു കർഷകനും അവിടെ നിന്നും ഇറങ്ങിപ്പോകേണ്ട സ്ഥിതി ഗവൺമെൻറ് ഉണ്ടാക്കുകയില്ല എന്ന് ഉറപ്പുവരുന്നത്. ആ ഉറപ്പ് പാലിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നീടും പല നിയമങ്ങൾ വന്നപ്പോഴും കർഷകരോടൊപ്പം നിൽക്കാനാണ് ഗവൺമെൻറ് താല്പര്യം കാണിച്ചത്. ഇനി അങ്ങോട്ടും ഇതിൽ മാത്രമല്ല, കർഷക താല്പര്യം സംരക്ഷിക്കുക. കാരണം ആ മേഖലയിലെ ജീവനാഡിയാണ് കർഷക സമൂഹം. അവർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക മേഖലയിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടാകുന്നു, ജീവന് നാശനഷ്ടം ഉണ്ടാകുന്നു.
അങ്ങനൊരു സ്ഥിതിവിശേഷമുള്ള ഒരു ഘട്ടത്തിൽ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടാവുക സ്വാഭാവികമാണെന്നാണ് ഞങ്ങൾ വിലയിരുത്തിയത്. ആ വിലയിരുത്തലിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇതുമായി മുമ്പോട്ട് പോകേണ്ടതില്ല എന്ന് തീരുമാനിച്ചത്. ആരുടെ സർക്കാർ തിടുക്കവും കാട്ടിയിട്ടില്ല, കയ്യും പൊള്ളിയില്ല. സർക്കാർ എത്ര അവസരം കൊടുത്ത്, ഇപ്പം പരാതി കൊടുക്കാൻ സമയം വേണമെന്ന് പറഞ്ഞു, എടുക്കാം. അപ്പോൾ ഇനിയും ഇഷ്ടംപോലെ സമയമുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളത് ക്ലോസ് ചെയ്തതിന് ശേഷം ഇനി അങ്ങോട്ടൊന്നും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞില്ലല്ലോ. ജനങ്ങളുടെ അഭിപ്രായം കാരണം ഇനിയും സമയമുണ്ട് വേണമെങ്കിൽ. പക്ഷേ ഇനി നമ്മളൊരു നിയമസഭയിലേക്ക് പോകുമ്പോൾ പുതിയൊരു റേറ്റ് പോകേണ്ടതില്ല. അത്യാവശ്യം പാസ്സാക്കേണ്ട കുറേ ബില്ലുകളുണ്ട്. അപ്പോൾ അത്യാവശ്യമുള്ള ബില്ലുകൾ പാസ്സാക്കുന്നതിന് വരണം. രണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കർഷക വിരുദ്ധ ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ് വരുത്തി തീർക്കാനുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയെ രാഷ്ട്രീയമായി തന്നെ കാണേണ്ടതും തീരുമാനിക്കേണ്ടതുണ്ട്.